ധർമ്മശാലയിലുള്ള ദലൈലാമയെ കാണുന്നതിനായി അടുത്തിടെ അമേരിക്കൻ കോൺഗ്രസ് പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിച്ചത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയുള്ള സന്ദർശനം വിവിധ കാരണങ്ങളാൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ടിബറ്റൻ അവകാശങ്ങൾക്ക് വേണ്ടി ദീർഘകാലമായി വാദിക്കുന്ന പ്രതിനിധി ജിം മക്ബർണന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിനിധി സംഘം ടിബറ്റൻ ലക്ഷ്യത്തിനായുള്ള അമേരിക്കൻ പിന്തുണയ്ക്ക് അടിവരയിടുന്നു. മനുഷ്യാവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, ടിബറ്റൻ സംസ്കാരം സംരക്ഷിക്കൽ എന്നിവ ചർച്ച ചെയ്യാനായിരുന്നു ഈ സന്ദർശനമെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഈ സന്ദർശനം ടിബറ്റിനെതിരായ അമേരിക്കയുടെ നയപരമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമീപകാല ആഗോള ഭൂപ്രകൃതി കണക്കിലെടുക്കുമ്പോൾ ടിബറ്റിലെ ചൈനയുടെ അധിനിവേശത്തെ ചെറുക്കാനുള്ള സമ്മർദ്ദതന്ത്രമായാണ് ഈ സന്ദർശനത്തെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ടിബറ്റൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തിന് പിന്നിലെ ലക്ഷ്യങ്ങളും ഈ കാര്യത്തിൽ ഇന്ത്യ എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്നും നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ടിബറ്റും തമ്മിലുള്ള ബന്ധം സങ്കീർണവും ബഹുമുഖവുമായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും ഈ ബന്ധം ഭൗമരാഷ്ട്രീയ തന്ത്രത്തിലും മാനുഷിക ആശങ്കകളിലും വേരൂന്നിയതാണ്. ചൈനയോടുള്ള വിശാല വിദേശ നയത്തിന്റെ പശ്ചാത്തലത്തിൽ ടിബറ്റിൽ അമേരിക്ക അടുത്തിടെ താൽപര്യം കാണിച്ചു പോരുന്നു. അമേരിക്കയും ടിബറ്റും തമ്മിലുള്ള പ്രാരംഭ ബന്ധം ആരംഭിച്ചത് ക്വിങ് രാജവംശത്തിന്റെയും പിന്നീട് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെയും കീഴിലുള്ള താരതമ്യേന ഒറ്റപ്പെട്ട പ്രദേശമായിരുന്ന 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായിരുന്നു. ടിബറ്റിന്റെ തന്ത്രപരമായ പ്രാധാന്യം അമേരിക്ക തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും ഔപചാരിക നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നില്ല എന്നതാണ് സത്യം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷവും ആദ്യകാല ശീതയുദ്ധകാലത്തും ടിബറ്റിന്റെ നില കൂടുതൽ നിർണായകമായതിനെ തുടർന്ന് ടിബറ്റിനെ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കെതിരായ ഒരു പ്രതിരോധ രാഷ്ട്രമായാണ് അമേരിക്ക വീക്ഷിച്ചു പോന്നത്. 1950കളിൽ ടിബറ്റിനെ നിയന്ത്രണത്തിലാക്കാനുള്ള പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അവകാശവാദത്തെ തുടർന്ന് അമേരിക്കൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ടിബറ്റൻ പ്രതിരോധ പോരാളികൾക്ക് രഹസ്യ പിന്തുണ നൽകി. ഏഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വ്യാപനത്തെ ചെറുക്കുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ പിന്തുണ. 1959 ചൈനീസ് ഭരണത്തിനെതിരായ ഒരു പരാജയപ്പെട്ട പ്രക്ഷോഭത്തെ തുടർന്ന് 14-ാം ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. പ്രവാസത്തിലുള്ള ടിബറ്റൻ ഗവൺമെന്റിന് അമേരിക്ക കാര്യമായ സഹായം നൽകുകയും ടിബറ്റൻ സാംസ്കാരികവും മതപരവുമായ ഐഡന്റിറ്റിയുടെ പ്രതീകമായി ദലൈലാമയ്ക്ക് പൊതുരാഷ്ട്രീയ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ടിബറ്റൻ സ്വാതന്ത്ര്യത്തിന് ഔപചാരികമായ അംഗീകാരം ലഭിച്ചിട്ടില്ല എങ്കിലും കാലക്രമേണ അമേരിക്കൻ കോൺഗ്രസും തുടർന്നുള്ള ഭരണ സംവിധാനങ്ങളും ടിബറ്റിന്റെ സാംസ്കാരിക സ്വയംഭരണത്തിനും മനുഷ്യാവകാശങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് അഥവാ വികാസ് ബറ്റാലിയൻ രൂപീകരിക്കുന്നതിലും അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. പർവ്വത യുദ്ധം, ഗറില്ല യുദ്ധം, കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ വൈദഗ്ധ്യം തേടിയ ഉയർന്ന പരിശീലനം ലഭിച്ച പ്രത്യേക സേനാ വിഭാഗമാണ് സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സിലെ കമാൻഡോകൾ. 1962 യുദ്ധത്തിന് ശേഷം ചൈനയ്ക്കെതിരായ സാധ്യമായ ദൗത്യങ്ങൾക്കായി 5000-ഓളം വരുന്ന ടിബറ്റൻ സേനയെ പരിശീലിപ്പിക്കാൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും ഇന്റലിജൻസ് ബ്യൂറോയും തീരുമാനിച്ചു. 1950കളിൽ CIA-യും IB-യും ചേർന്ന് നേപ്പാളിലെ മസ്താങ്ങിൽ മസ്താങ് ബേസ് സ്ഥാപിച്ചത് മുതൽ ടിബറ്റുകാർക്ക് ഗറില്ല യുദ്ധത്തിൽ പരിശീലനം നൽകിയാണ് ഈ സഹകരണം അവർ ശക്തമാക്കിയത്. 1959 ടിബറ്റൻ കലാപത്തിൽ 14-ാമത് ദലൈലാമയെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിച്ചത് ഈ മസ്താങ് വിമതരായിരുന്നു. ഇതിനെല്ലാം പുറമെ ടിബറ്റിലെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സ്ഥിരമായി വാദിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. ടിബറ്റൻ ഐഡന്റിറ്റിയുടെ സംരക്ഷണത്തിനും ടിബറ്റൻ സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി 2002 ടിബറ്റൻ പോളിസി ആക്ട് പോലെയുള്ള വിവിധ നിയമങ്ങളും നയങ്ങളും അമേരിക്ക നടപ്പിലാക്കിയിട്ടുമുണ്ട്. ദലൈലാമയെ കാണാനുള്ള അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ ഇപ്പോഴത്തെ സന്ദർശനത്തിന് ആഴത്തിലുള്ള പ്രതീകാത്മകതയും തന്ത്രപരമായ പ്രാധാന്യവുമുണ്ട്. അമേരിക്കൻ നിയമനിർമ്മാതാക്കളുടെ ഉഭയകക്ഷി 7-അംഗ പ്രതിനിധി സംഘം ധർമ്മശാലയിൽ ടിബറ്റ് പ്രവാസ സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. റിസോൾവ് ടിബറ്റ് ബിൽ എന്ന ഉഭയകക്ഷി ബിൽ അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയതിനു ശേഷമായിരുന്നു ഈ സന്ദർശനം. 2010 മുതൽ മുടങ്ങിക്കിടക്കുന്ന ടിബറ്റൻ നേതാക്കളുമായുള്ള ചർച്ച നടത്താൻ ചൈനയെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ബിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ടിബറ്റിനെ സംബന്ധിച്ച ചർച്ചകളിലൂടെ ഒരു കരാർ ഉറപ്പിക്കുകയും സാംസ്കാരികവും മതപരവും ഭാഷാപരവുമായ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട ടിബറ്റൻ അഭിലാഷങ്ങളെ അഭിസംബോധന ചെയ്യുകയുമാണ് ഈ ബില്ലിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ ബില്ലിന് പ്രസിഡന്റ് ബൈഡന്റെ സമ്മതം ലഭിക്കാൻ പോവുകയാണ് എന്നതിനാൽ ഇത് ചൈനയുടെ നിരാശയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഈ മേഖലയിലെ ചൈനയുടെ സാമ്രാജ്യത്വ രൂപകൽപ്പനകളെ ചോദ്യം ചെയ്യാനുള്ള ഈ ബില്ലിന്റെ വിപുലീകരണമാണ് ഈ സമീപകാല സന്ദർശനം വഴി ഉദ്ദേശിക്കുന്നത് എന്നതിനാൽ ഇത് ചൈനയ്ക്ക് വൻ ഭീഷണി ഉയർത്തുന്നു. ചൈനയ്ക്കുള്ള ഒരു ഭൗമരാഷ്ട്രീയ സന്ദേശം കൂടിയായി ഈ സന്ദർശനം നിലവിൽ വിലയിരുത്തിപ്പോരുന്നു. വർദ്ധിച്ചു വരുന്ന അമേരിക്ക ചൈന സംഘർഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയിൽ ടിബറ്റ് പോലെയുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ ചൈനയെ വെല്ലുവിളിക്കാനുള്ള അമേരിക്കയുടെ സന്നദ്ധത ഈ കൂടിക്കാഴ്ച അടിവരയിടുന്നു.
ദലൈലാമയ്ക്കും ടിബറ്റൻ പ്രവാസി സമൂഹത്തിനും ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയുടെ പങ്കും അമേരിക്കയുടെ ഈ പ്രാധാന്യത്തിന് മറ്റൊരു തലം ചേർക്കുന്നു. അതിനാൽ തന്നെ അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം എടുത്തു കാണിക്കുന്നു. പ്രാദേശിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ ചൈനീസ് മേധാവിത്വത്തെ ചെറുക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട മൂല്യങ്ങളുടെയും പൊതു താൽപര്യങ്ങളുടെയും ഓർമ്മപ്പെടുത്തലായി ഈ സന്ദർശനം നിലവിൽ പ്രവർത്തിച്ചു പോരുന്നു. കൂടാതെ ഈ സന്ദർശനം ടിബറ്റൻ വിഷയത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയും ടിബറ്റിനെയും ചൈനയിലെ മനുഷ്യാവകാശങ്ങളെയും കുറിച്ചുള്ള അവരുടെ നിലപാട് പരിഗണിക്കാൻ മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത് ടിബറ്റിനുള്ള ആഗോള പിന്തുണ വർദ്ധിപ്പിക്കുകയും മനുഷ്യാവകാശ ആശങ്കകൾ പരിഹരിക്കാൻ ചൈനയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അമേരിക്കയും ടിബറ്റും തമ്മിലുള്ള സഹകരണത്തിലെ ചലനാത്മകതയിലും ടിബറ്റിന്റെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിന്റെ വിശാലമായ പശ്ചാത്തലത്തിലും ഇന്ത്യ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ടിബറ്റൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമിടയിൽ ഇന്ത്യ ചരിത്രപരമായി സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ നിലനിർത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ദലൈലാമയ്ക്ക് അഭയം നൽകുമ്പോൾ വൺ ചൈന നയത്തിനനുസൃതമായി ടിബറ്റിനെ ചൈനയുടെ ഭാഗമായി ഇന്ത്യയിലെ അന്നത്തെ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. നിലവിലെ കൂടിക്കാഴ്ച സുഗമമാക്കുന്നതിലൂടെ ചൈനയിൽ നിന്നുള്ള തിരിച്ചടികൾക്കിടയിലും ടിബറ്റൻ സ്വയംഭരണാധികാരത്തിനുള്ള തന്ത്രപരമായ താൽപര്യങ്ങളും പിന്തുണയും ഉറപ്പിക്കാനുള്ള സന്നദ്ധതയും ഇന്ത്യ സൂചിപ്പിക്കുന്നു. ദലൈലാമയ്ക്ക് ആതിഥേയത്വം നൽകുന്നതിലും ടിബറ്റൻ അഭയാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിലുമുള്ള ഇന്ത്യയുടെ പങ്കിലേക്ക് ഈ സന്ദർശനം ആഗോള ശ്രദ്ധ കൊണ്ടുവരുന്നു. അതിനാൽ ടിബറ്റിനെക്കുറിച്ചുള്ള അന്തർദേശീയ സംഭാഷണത്തിലെ ഒരു പ്രധാന കളിക്കാരൻ എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം ഇത് ശക്തിപ്പെടുത്തുന്നു. കൂടാതെ പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിലും ചൈനയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കുന്നതിലുമുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണത്തിന് ഈ സന്ദർശനം അടിവരയിടുന്നു. ഇന്തോ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളിലെ ഇന്ത്യയുടെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. ദലൈലാമയെ കാണാനുള്ള അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം ടിബറ്റിനുള്ള ദീർഘകാല പിന്തുണയുടെ പുനഃസ്ഥാപിക്കൽ മാത്രമല്ല, വിശാലമായ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണ്. ഇത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വളർന്നുവരുന്ന ബന്ധത്തിന് അടിവരയിടുകയും ടിബറ്റിലെ ചൈനയുടെ നയങ്ങൾക്കെതിരായ സംയുക്ത നിലപാടിന്റെ സൂചന നൽകുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ടിബറ്റിന്റെ തുടർച്ചയായ പ്രാധാന്യവും ടിബറ്റൻ സാംസ്കാരികവും മതപരവുമായ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതിനുമുള്ള നിരന്തരമായ പോരാട്ടത്തെയും ഈ സന്ദർശനം എടുത്തു കാണിക്കുന്നു. ആഗോള മാധ്യമങ്ങളിൽ ടിബറ്റ് പ്രശ്നം സെൻസേഷണലൈസ് ചെയ്യുന്ന അമേരിക്കയുടെ സോഫ്റ്റ് പവറും ഈ സന്ദർശനം ചിത്രീകരിക്കുന്നു. ടിബറ്റിലെ ചൈനയുടെ അധിനിവേശ അതിക്രമങ്ങൾ തുറന്നുകാട്ടി ഈ സന്ദർശനം ചൈനയെ ഞെട്ടിച്ചുവെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഈ സന്ദർശനം ടിബറ്റിന്റെ ലക്ഷ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് കാണാനുള്ള സമയം കൂടിയാണിത്. അതിനാൽ തന്നെ പതിറ്റാണ്ടുകളായി പ്രവർത്തനരഹിതമായതിനു ശേഷം ടിബറ്റ് ആഗോള ഭൂപ്രകൃതിയിൽ വീണ്ടും ഉയർന്നു വന്നു എന്നതാണ് നിലവിൽ ഏറ്റവും ശ്രദ്ധേയമായി കണക്കാക്കി പോരുന്നത്.